നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തുകല്ലിഫൂഹും മാ യഗ്ലബുഹും, അവർക്ക് കഴിയാത്തത് നിങ്ങൾ അവരോട് പറയരുത്, എടങ്ങേറാക്കരുത്. നിങ്ങളുടെ ഖാദിമകളാണ്, ജോലിക്കാരാണ് എന്ന് കരുതി അവരെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്തേ മതിയാകൂ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅഈനൂഹും ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനൂഹും, ഇനി വല്ലതും ചെയ്യേണ്ടി വന്നാൽ നിങ്ങളും കൂടി കൂടി കൊടുക്കണം. നിങ്ങൾ ഒരുമിച്ചത് ചെയ്യണം. ആ കാര്യം ചെയ്തേ തീരൂ. എങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. എന്നിട്ട് ആ ഹദീസിനെ അല്ലാഹുവിൻ്റെ റസൂൽ അവസാനിപ്പിച്ചത് ശ്രദ്ധേയമായ മറ്റൊരു വാക്കുകൊണ്ടാണ്, വലാ തുഅദ്ദിബു ഖൽഖല്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ശിക്ഷിക്കരുത്. അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണവർ, അവരെ ശിക്ഷിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്. പല മുതലാളിമാരും തൊഴിലാളികളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുജോലിക്കാരെന്ന് പറഞ്ഞാൽ, തങ്ങൾക്ക് അടിച്ചമർത്താനുള്ള, ഉപദ്രവിക്കാനുള്ള, വഴക്ക് പറയാനുള്ള, ചീത്ത പറയാനുള്ള, അപഹസിക്കാനുള്ള ആളുകളാണ് എന്ന് കരുതിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതാണ് അനുഗ്രഹമാണ്. റബ്ബിനോട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരോട് മാന്യമായി പെരുമാറൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, സകല മനുഷ്യരോടും നല്ല നിലക്ക് പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല വാക്കുകൾ പറയണം. പലരും തങ്ങളുടെ തൊഴിലാളികളെ ഒരു നല്ല പേര് പോലും വിളിക്കാത്തവരാണ്. മോശമായിട്ടാണ് അവരെ വിളിക്കുക. പല മൃഗങ്ങളുടെയും പേര് ചേർത്ത് പറയുന്നു.